നമസ്കാരം. പ്രധാന വാർത്തകൾ. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ ആരംഭിച്ച അവിൽ സമർപ്പണം പൂർത്തിയായത് രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ. മഞ്ജുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ളൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. പാപ്പാന്മാരുടെ സംയോജിത ഇടപെടലിൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. നാഗലശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പെരിങ്ങോട് AKG നഗറിലും പരിസരത്തും 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. 2 കറവ പശുക്കൾക്കും വളർത്തുപൂച്ചയ്ക്കും കടിയേറ്റു. അക്രമകാരിയായ നായ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്നും സംശയം. ചാവക്കാട് പാലയൂർ ഡോബിപ്പടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബുവാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ ആരംഭിച്ച അവിൽ സമർപ്പണം രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നത് വരെ തുടർന്നു. കുചേലൻ എന്ന സുധാമാവ് ദാരിദ്ര്യശമനത്തിനായി സതീർത്ഥ്യൻ എന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അവിൽ പൊതികളുമായി ദ്വാരകയിൽ ചെന്ന് കണ്ടതിന്റെ സ്മരണയിലാണ് ധനുമാസത്തിൽ 30 ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നത്. അവിൽ നിവേദ്യമാണ് കുചേല ദിനത്തിലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തർ കൊണ്ടുവരുന്ന അവിൽ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് ഗുരുവായൂരപ്പന് നിവേദിച്ച് തിരിച്ചു നൽകും. ഇതിനു പുറമെ നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവയിൽ കുഴച്ച 4 ലക്ഷത്തോളം രൂപയുടെ അവിൽ ദേവസ്വം തയ്യാറാക്കിയിരുന്നു. ഭക്തർക്ക് അവിൽ ഷീട്ടാക്കാൻ പ്രത്യേക കൗണ്ടറുകളും തുറന്നിരുന്നു. 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ കീഴ്ശാന്തിമാർ 3000 നാളികേരം ചുരുകിയെടുത്താണ് അവിൽ നിവേദ്യം തയ്യാറാക്കിയത്. പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ 3 പൂജകൾക്കും അവിലാണ് നിവേദിക്കുന്നത്. കുചേല ദിനത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിറമാല, ദീപാലങ്കാരം, പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി കുചേല വൃത്തം കഥകളി, പദക്കച്ചേരിയും രാവിലെ ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേല വൃത്തം കഥകളിയും ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ളൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാം പ്രദക്ഷിണം കൊടിമരത്തിനടുത്തെത്തിയിരുന്നു. എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങിയെങ്കിലും ശ്രീധരൻ അനങ്ങിയില്ല. പാപ്പാൻ ബാബു കൊമ്പിൽ പിടിച്ചതോടെ ആന തട്ടുകയായിരുന്നു. ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുന്നോട്ട് കുതിച്ച ആന ഫ്ളൈ ഓവർ കുത്തിമറിച്ചിട്ടു. ഇതേ തുടർന്ന് എഴുന്നള്ളിപ്പ് നിർത്തി കൊമ്പൻ ഇന്ദ്രസന്റെ മുകളിൽ നിന്ന് കോലം ഇറക്കി. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് ശ്രീധരൻ. ഇതറിയാവുന്ന പാപ്പാന്മാർ ഉടൻ തന്നെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന മറ്റ് 2 ആനകളെയും പുറത്തേക്കിറക്കി. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഭക്തരെ തിടപ്പള്ളി വഴിയും ഭഗവതിക്കെട്ട് വഴിയും പുറത്തേക്കാക്കി. ആനപ്പാപ്പാന്മാരും ദേവസ്വം ജീവനക്കാരും ജാഗ്രത പാലിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾക്കിടവന്നില്ല. ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി വടം ഉപയോഗിച്ച് ആനയെ നിയന്ത്രണ വിധേയമാക്കി. 11 മണിയോടെ ആനയെ പുറത്തിറക്കി പൂത്തേരിപ്പറമ്പിൽ തളച്ചു. മറ്റൊരു ആനയെ കൊണ്ടുവന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി. ഭഗവതിക്ക് കളംപാട്ട് ആരംഭിച്ച ദിവസമായതിനാൽ വിളക്കെഴുന്നള്ളിപ്പിന് ഒരാനയുമായി ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ഇതിന് കൊമ്പൻ ശ്രീധരനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആന ഇടഞ്ഞത് കാരണം ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും വൈകി. രാവിലെ ഫ്ളൈ ഓവർ നന്നാക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതുമൂലം ഭക്തരെ കൊടിമരം വഴി കയറ്റിവിടേണ്ടി വന്നു. ഗുരുവായൂർ മഞ്ജുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പ്രതിമ മാറ്റി 6 അടി ഉയരത്തിലുള്ള കരിങ്കൽ മാതൃക പ്രതിമയാണ് സ്ഥാപിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പുള്ളിയുടെ വക വഴിപാടായി 2.5 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് പുതിയ പ്രതിമ നിർമ്മിച്ചത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിപാടുകാരനായ വേണു കുന്നപ്പിള്ളിയെയും ശില്പി ഉണ്ണി കാനായിയെയും ദേവസ്വം ആദരിച്ചു. ാണോ നമ്മൾ പുതുക്കിപ്പണിത് നവീകരിച്ചത്, അതിൻ്റെ ആ അന്തസ്സിനനുസരിച്ച് തന്നെ കുചേലൻ്റെ പ്രതിമയും പുതുക്കി പണിയേണ്ടതുണ്ട്, നവീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാലാണത് മാറ്റിവെക്കപ്പെട്ടത്. ഇന്ന് നമ്മളുടെയൊക്കെ ആഗ്രഹത്തിനനുസരിച്ച്
ഐതിഹ്യപ്പെരുമയുണർത്തുന്ന മഞ്ജുളാൽത്തറയിൽ കുചേല പ്രതിമ പുനഃസ്ഥാപിച്ച ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ ഭക്തജന കൂട്ടായ്മ അഭിനന്ദിച്ചു. കുചേല പ്രതിമ നീക്കം ചെയ്തതിൽ കൂട്ടായ്മ നേരത്തെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഭക്തരുടെ ആവശ്യം കണക്കിലെടുത്ത് പ്രതിമ പുനഃസ്ഥാപിക്കാൻ തയ്യാറായ ദേവസ്വം തീരുമാനം സ്വാഗതാർഹമാണെന്ന് യോഗം വിലയിരുത്തി. കൺവീനർ ബാലൻ വാറനാട്ട് അധ്യക്ഷത വഹിച്ചു. എം ഗോപിനാഥൻ, വി ഹരിദാസ്, കെ മണികണ്ഠൻ, ഇ ദേവിദാസൻ, കെ രാജൻ, എ കെ മുരളി എന്നിവർ സംസാരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. പെരിങ്ങോട് AKG നഗറിലും പരിസരത്തും 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. 2 കറവ പശുക്കൾക്കും വളർത്തുപൂച്ചയ്ക്കും കടിയേറ്റിട്ടുണ്ട്. അക്രമകാരിയായ നായയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്നും സംശയം. തെരുവുനായുടെ ആക്രമണത്തിൽ പെരിങ്ങോട് AKG മധുപ്പുള്ളി പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലായി. കടിയേറ്റ് പരിക്ക് പറ്റിയവരെ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിങ്ങോട് താഴത്തേപ്പുരക്കൽ ശബരിനാഥ് 13 വയസ്സ്, ഏർക്കര ഷിഹാബ് മകൻ മുഹമ്മദ് ഫാദി 8 വയസ്സ്, കരുവാൻ പടിക്കൽ സന്ധ്യ മകൻ ആദിദേവ് 13 വയസ്സ് എന്നീ കുട്ടികൾക്കും താഴത്തേതിൽ ഷംസുദ്ദീൻ, വട്ടേക്കാട്ട് മാധവൻ നായർ എന്നിവരുൾപ്പെടെ 8 പേർക്കാണ് പരിക്കേറ്റത്. വീടിനു മുറ്റത്ത് നിന്നിരുന്ന കുട്ടികളെ ഓടിയെത്തിയ നായ പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്തുടർന്നെത്തിയാണ് നായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. വിളക്കുത്സവം കാണാനായി നടന്നു പോവുകയായിരുന്നവർക്ക് നേരെ നായ കുരച്ചു ചാടുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 പേർക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തു. കുട്ടികളുടെയും വയോധികന്റെയും കൈകാലുകൾക്കും വയറിനും കടിയേറ്റു സാരമായ പരിക്കാണുണ്ടായത്. വട്ടേക്കാട് മണി, ഉഷ എന്നിവരുടെ 2 പശുക്കൾക്കും നായയുടെ കടിയേറ്റു. ഒരാഴ്ച മുൻപ് നാഗലശ്ശേരി പഞ്ചായത്തിലെ ചേമ്പ്രാക്കുന്നിന് സമീപം തെരുവുനായുടെ കടിയേറ്റ് 2 കറവ പശുക്കൾ ചത്തിരുന്നു. മാസങ്ങൾക്ക് മുൻപ് പെരിങ്ങോട് മധുപ്പുള്ളി അഖിലാണം പ്രദേശത്ത് പേയിളകിയ നായ കുട്ടികളുൾപ്പെടെ 10-ലധികം പേരെ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. വേലൂരിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. തിരുത്തിയിൽ 51 വയസ്സുള്ള സുഭാഷിനാണ് തേനീച്ചകളുടെ കുത്തേറ്റത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. വേലൂർ ചുങ്കം സെന്ററിന് സമീപമുള്ള ആലയിലേക്ക് പണിയായുധങ്ങൾ മൂർച്ച കൂട്ടുവാൻ പോയ സമയത്താണ് സമീപമുള്ള പറമ്പിലെ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ചകൾ കൂട്ടത്തോടെ പറന്നെത്തി സുഭാഷിനെ ആക്രമിച്ചത്. നിലത്ത് വീണ സുഭാഷ് ഉടുത്ത മുണ്ട് തലവഴി പുതച്ചാണ് രക്ഷപ്പെട്ടത്. പ്രദേശവാസിയായ ബാബുവും ഇതര സംസ്ഥാന തൊഴിലാളിയും ചേർന്ന് സുഭാഷിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതേസമയം ഇവർക്കും തേനീച്ചകളുടെ കുത്തേറ്റു. അബോധാവസ്ഥയിലായ സുഭാഷിനെ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സുഭാഷ് അപകടനില തരണം ചെയ്തു. ദിവസങ്ങൾക്ക് മുമ്പ് വേലൂരിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. പുന്നേർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ പാലത്തിന്റെ ഒരു വശം തകർന്നു. ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പാലത്തിന്റെ തെക്ക് ഭാഗം ഇടിഞ്ഞു വീണത്. പാലം തകർന്നതോടെ സമീപമുള്ള ഇലക്ട്രിക് പോസ്റ്റും നിലംപൊത്തി. ഈ സമയത്ത് വാഹനങ്ങൾ കടന്നുപോകാത്തതിനാൽ വന്നപകടം ഒഴിവായി. ചമ്മന്നൂരിലേക്കുള്ള കുടിവെള്ള പൈപ്പും തകർന്നിട്ടുണ്ട്. NK അക്ബർ MLA സ്ഥലത്തെത്തി. ആവശ്യമായ നടപടികളെടുക്കുവാൻ PWD പാലം വകുപ്പ് അധികൃതരെയും പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനായി അഗ്രികൾച്ചറൽ അഡീഷണൽ ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. MLA എന്നതിൽ നമ്മൾ ഇതിൻ്റെ അപകടാവസ്ഥ നേരത്തെ തന്നെ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ അടിയന്തരമായിട്ട് ബ്രിട്ടീഷിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ വരും. റോഡ് ഗതാഗത യോഗ്യമാണോ അല്ലയോ എന്ന് അവരാണ് പറയേണ്ടത്. അത് പറയുന്നതനുസരിച്ച് ക്രമീകരണം ഉണ്ടാവും. പോലീസുമായി സംസാരിച്ച് ചിലപ്പോൾ ഒരു 2 വീലർ 3 വീലർ മാത്രം പോകുന്ന രീതിയിൽ ക്രമീകരിക്കുകയും അതല്ലെങ്കിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിക്കുകയും ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് വെള്ളം കർഷകർക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണമെന്ന് അഗ്രികൾച്ചർ ഡയറക്ടർക്ക് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു, അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീത എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പുന്നേർകുളം KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചെരിഞ്ഞ പോസ്റ്റ് മാറ്റി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് നിയുക്ത മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് തുടങ്ങി പഞ്ചായത്ത് പുതിയ മെമ്പർമാരും സ്ഥലത്തെത്തിയിരുന്നു. പാറയമ്പാടം ആറ്റുപുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി 9 വർഷങ്ങൾക്ക് മുമ്പ് പഴയ പാലത്തിന്റെ മുകളിൽ തന്നെ ടാറിംഗ് ചെയ്തതാണ് പാലം തകരാൻ കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇത് അന്നുതന്നെ നാട്ടുകാർ എതിർത്തിരുന്നു. എന്നാൽ പെട്ടെന്നുതന്നെ പുതിയ പാലം നിർമ്മിക്കുമെന്ന ഉറപ്പ് അധികൃതർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക നിർമ്മാണം അന്ന് നടത്തിയത്. എന്നാൽ പിന്നീട് അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കാനോ പുതിയ പാലം നിർമ്മിക്കാനോ ആരും തയ്യാറായില്ല. അടിയന്തരമായി ഇവിടെ താൽക്കാലികമായി വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സൗകര്യമുണ്ടാക്കി കുറ്റമറ്റ രീതിയിൽ പുതിയ പാലം എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
വീണ്ടും ഈ തെക്ക് ഭാഗത്ത് അതുപോലൊരു ഭിത്തി കെട്ടിയിട്ട് താൽക്കാലികമായി ഈ സംവിധാനം തുടർന്നു പോകാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളത് സമ്മതിക്കില്ല. താൽക്കാലികമായി അവിടെ മണ്ണിട്ട് ഇറങ്ങിയിട്ട് പൈപ്പിട്ട് അടിയിൽ കൂടെ കൃഷി ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ ഇത് മാറ്റി തരണമെന്നാണ്, ഇപ്പം അടിയന്തരമായി ചെയ്തു തരണമെന്നാണ് ആവശ്യം. അതോടൊപ്പം തന്നെ ഈ വേനൽ അവസാനിക്കുന്നതിന് മുമ്പ് ഈ പാലം പണി പൂർത്തീകരിക്കാനുള്ള സംവിധാനം കൂടി കാണണം. ചാവക്കാട് പാലയൂർ ഡോബിപ്പടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. ചാവക്കാട് നിന്ന് പൂവത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ഇതേ ദിശയിൽ തന്നെ പോവുകയായിരുന്ന ഇലക്ട്രിക് ബൈക്കിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. ഇതോടെ ബൈക്ക് ടോറസ് ലോറിക്കടിയിൽ കുടുങ്ങുകയും അബുവിന്റെ കാലിലൂടെ ലോറിയുടെ ചക്രം കയറുകയും ചെയ്തു. അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റയാളെ ആദ്യം ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടന്നു. ഉമൈബാൻ ഭാര്യയാണ്. നബീൽ, റിയാസ്, റിസ്വാൻ, ഷെമി എന്നിവർ മക്കളാണ്. സാഹിത്യ അക്കാദമിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും സംയുക്തമായി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സിംബോസിയം സംഘടിപ്പിക്കുന്നു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 18 വ്യാഴാഴ്ചയാണ് സിംബോസിയം സംഘടിപ്പിക്കുന്നത്. ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന സിംബോസിയത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ വാഗ്മിയും കാലടി സംസ്കൃത സർവകലാശാല അധ്യാപകനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടം നിർവഹിക്കും. സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി അംഗം അനിൽ വള്ളത്തോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രമുഖ ചിത്രകാരനായ ആർട്ടിസ്റ്റ് മദനൻ മുഖ്യപ്രഭാഷണം നടത്തും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ആമുഖ പ്രഭാഷണം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം രാവിലെ 11:30 നടക്കുന്ന സിംബോസിയത്തിൽ നമ്പൂതിരി ചിത്രങ്ങളുടെ നാനാർത്ഥങ്ങൾ എന്ന വിഷയത്തിൽ സോമൻ കടലൂർ, നമ്പൂതിരി വരയുടെ പരിഭവങ്ങൾ ദേശകാലങ്ങളിലൂടെ എന്ന വിഷയത്തിൽ KM ജയശ്രീ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 2-ന് രേഖാചിത്രങ്ങളും സാഹിത്യ ആസ്വാദനവും നമ്പൂതിരി ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ചില നിരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ മലയാള വിഭാഗം മേധാവി ഡോക്ടർ AM റീനയും വരയും വാക്കും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളിലൂടെ എന്ന വിഷയത്തിൽ R ശ്രീലത വർമ്മയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 4-ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമാപന പ്രഭാഷണം നടത്തും. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച കവിയും മാധ്യമപ്രവർത്തകനും കലാലയത്തിലെ മുൻ അധ്യാപകനുമായ പ്രൊഫസർ KV രാമകൃഷ്ണന് ആദരമർപ്പിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്. കോളേജിലെ സ്റ്റാഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ മിനി ഓഡിറ്റോറിയത്തിലാണ് ആദരച്ചടങ്ങ് സംഘടിപ്പിച്ചത്. 2 പതിറ്റാണ്ടോളം പ്രൊഫസർ KV രാമകൃഷ്ണൻ അധ്യാപകനായിരുന്ന ശ്രീകൃഷ്ണയിൽ നടന്ന സമാദരണ സദസ്സ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിയും പ്രണയവും പ്രകൃതിയും തുടങ്ങി സർവ്വമേഖലകളെയും സ്പർശിച്ച കവിയാണ് പ്രൊഫസർ KV രാമകൃഷ്ണൻ എന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു. 4 വരി കവിതകൾ മുതൽ അനേകം പേജുകളിലൂടെ പരന്നൊഴുകിയ കവിതകളും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറവിയെടുത്തു. അധ്യാപന രംഗത്ത് നിന്ന് സ്വയം വിരമിച്ച് മാധ്യമപ്രവർത്തനത്തിലേക്കും കവിത എഴുത്തിലേക്കും പ്രവേശിച്ച രാമകൃഷ്ണൻ മാസ്റ്റർ എല്ലാ മേഖലകളിലും തിളങ്ങിയ വ്യക്തിത്വമാണെന്നും ഡോക്ടർ VK വിജയൻ വ്യക്തമാക്കി. നമുക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ സൗഹാർദ്ദപരമായി ഇടപെടേണ്ടത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള വലിയ ആചാരമാണ് രാമകൃഷ്ണൻ. മറ്റുള്ളവരുടെ വേദനകളും മറ്റുള്ളവരുടെ സുഖങ്ങളും ഒക്കെ തൻ്റേതായി കൊണ്ടുപോകാനും അത് ആ രീതിയിൽ എല്ലാവരെയും അനുഭവിപ്പിക്കാൻ കഴിയുന്നവനാണ്. ആ അർത്ഥത്തിൽ രാമകൃഷ്ണൻ മാസ്റ്റർ ആദികവിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത്. പ്രശസ്തി പത്രസമർപ്പണവും ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ പ്രൊഫസർ KV രാമകൃഷ്ണനെ പൊന്നാടയണിയിച്ചു. സ്റ്റാഫ് ക്ലബിൻ്റെ മൊമെൻറ്റോയും മുൻ അധ്യാപകനായ പ്രൊഫസർ രാമകൃഷ്ണനെ കൈമാറി. രാമകൃഷ്ണൻ മാസ്റ്ററുടെ കാവ്യലോകത്തെക്കുറിച്ച് ഡോക്ടർ ലക്ഷ്മി ശങ്കർ ആമുഖ പ്രഭാഷണം നടത്തി. IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജ്യോതിഷ് കുമാർ, ഡോക്ടർ KM മനു, സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കോളേജിൻ്റെ സ്നേഹാദരവുകൾക്ക് പ്രൊഫസർ KV രാമകൃഷ്ണൻ നന്ദി പറഞ്ഞു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ തൊഴിലിടമാണ് ശ്രീകൃഷ്ണയെന്ന് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പിന്നീട് മാതൃഭൂമി വാരികയുടെ പത്രാധിപത്യത്തിലേക്ക് പോയെങ്കിലും ശ്രീകൃഷ്ണ തനിക്കൊരു വികാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കോളേജുമായിട്ട് അങ്ങനെ ഒരുപാട് വൈകാരികമായ ഇൻഎക്സ്പ്ലിക്കബിൾ
ഉള്ളിലായിട്ടുള്ള എപ്പോഴും ഉള്ളിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും തിളച്ച് മറിയുന്നുണ്ട്. ഞാനതൊക്കെ ചൂടാറുമ്പോൾ ഇനിയുള്ളതൊക്കെ കുറച്ച് 2-3 എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇനിയും എഴുതും. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഡിസംബർ 31 വരെ സ്വീകരിക്കും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകളായ നോൺ പ്രയോറിറ്റി സ്കീമിലുള്ള നീല നിറത്തിലുള്ള കാർഡുകൾ, നോൺ പ്രയോറിറ്റി സ്കീമിലുള്ള വെള്ള കാർഡ് എന്നിവ മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡായി മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ 31 തീയതി 5 മണിവരെ നീട്ടിയതായി സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അർഹതയുള്ളവർ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും വകുപ്പ് അധികൃതർ അറിയിച്ചു. കുന്നംകുളം നഗരത്തിൽ 2 മാസത്തോളമായി കുടിവെള്ളം പാഴാകുന്നതായി പരാതി. പട്ടാമ്പി റോഡിൽ പാറയിൽ പള്ളിക്ക് സമീപത്താണ് തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത്. ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പ്രതിദിനം പാഴാകുകയാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാരും സമീപത്തെ വ്യാപാരികളും പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച പന്നികളുടെ ദയാവധം വ്യാഴാഴ്ച നടപ്പിലാക്കും. 5 ഫാമുകളിലായി 300ഓളം പന്നികളുടെ ദയാവധമാണ് നടപ്പിലാക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 8:30 മുതൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ദയാവധം നടത്തുന്നത്. ചൊവ്വാഴ്ചയാണ് മണ്ടംപറമ്പിൽ പ്രവർത്തിക്കുന്ന ഫാമുകളിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രത്യേകം യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. ദയാവധത്തിന് ശേഷം പന്നികളെ അവിടെ തന്നെ സംസ്കരിക്കും. കഴിഞ്ഞ വർഷം 1500-ലധികം പന്നികളെ ദയാവധത്തിനിരയാക്കിയിരുന്നു. സ്വകാര്യ ബസിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനെ തുടർന്ന് യാത്രക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പാവർട്ടി പെരുവല്ലൂർ സ്വദേശി 38 വയസ്സുള്ള അനൂപിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പോർക്കുളം സ്വദേശി കണ്ണാത്തുപറമ്പിൽ വീട്ടിൽ അയ്യൻകുട്ടിയുടെ മകൻ 54 വയസ്സുള്ള ഗോപിക്കാണ് മർദ്ദനമേറ്റത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സിലെ ഡ്രൈവറാണ് അനൂപ്. അമിത വേഗത്തിൽ ഷോണി ബസ് വരുന്നത് കണ്ട് ആരെ കൊല്ലാനാണ് ഇത്ര വേഗതയിൽ പോകുന്നത് എന്ന് ഗോപി ചോദ്യം ചെയ്തതോടെ പ്രകോപിതനായ അനൂപ് ബസ് നിർത്തി സീറ്റിനടിയിൽ നിന്ന് ഇരുമ്പ് പതിപ്പിച്ച മരക്കഷ്ണമെടുത്ത് ഗോപിയെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ കണ്ണിനുൾപ്പെടെ പരിക്കേറ്റ ഗോപി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് കേസെടുത്താണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. KSEB കുന്നംകുളം ഡിവിഷൻ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പെൻഷൻ ദിനാചരണം KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയും കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് NL വർഗീസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി C ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി PP പ്രേമവത്സലൻ, KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി PK ദിനേശ്, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി VA തോമസ്, വർക്കേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി VH അബു, പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ AV ഫ്രാൻസിസ്, മാർട്ടിൻ J മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. പുന്നേർകുളത്ത് തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 27 പേർക്കെതിരെ കേസ്, 16 പേരെ അറസ്റ്റ് ചെയ്തു, 6 പേർ റിമാൻഡിൽ. കിഴക്കേച്ചറായിയിൽ LDF ആഹ്ലാദ പ്രകടനത്തിനിടെ ക്ലബിന് മുന്നിൽ ഗുണ്ടുപൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ അക്രമത്തിൽ 10 പേർക്ക് പരിക്കേറ്റ കേസിൽ CPM പ്രവർത്തകരായ കിഴക്കേച്ചറായി വടക്കത്ത് യൂനുസ്, തച്ചിയിൽ രാഹുൽ, ഷാരോൺ, BJP പ്രവർത്തകരായ കുറ്റിക്കാട്ടിൽ രഞ്ജിത്ത്, സൂരജ്, കൊളത്തേരി ധനീഷ് എന്നിവരെ വടക്കേകാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ ഇരുവിഭാഗങ്ങളിൽ നിന്നുമായി 17 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ആഹ്ലാദ പ്രകടനവുമായി വന്ന UDF സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ ചില്ല് എറിഞ്ഞു തകർത്ത കേസിലും UDF സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM അനുഭാവികളുടെ മാവിൻ ചുവട് ചെന്താര ക്ലബിന്റെ ജനൽ ചില്ല് എറിഞ്ഞുപൊട്ടിച്ചെന്ന കേസിലും 5 പേരെ വീതം അറസ്റ്റ് ചെയ്തു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയെ
മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത മഞ്ഞനിക്കര ദയാറയിലെത്തി സന്ദർശിച്ചു. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഫാദർ CM ഫിലിപ്പോസ്, സഭാ ആൽമായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു എന്നിവർ മെത്രാപ്പോലിത്തയോടൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പാത്രിയർക്കീസ് ബാവയോടൊപ്പം മോർ ബസേലിയോസ് ജോസഫ് മെത്രാപ്പോലീത്ത, കർദിനാൾ മോർ ക്ലീമിസ് ബാവ, മോർ കുര്യാക്കോസ് തെയോഫിലോസ് മെത്രാപ്പോലീത്ത എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മഞ്ഞനിക്കര ദയാറയിൽ പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ കബറിങ്കൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത മടങ്ങിയത്. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. 100ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ 100 പരിപാടികളുടെ ഭാഗമായാണ് സംഗമം നടത്തിയത്. വിദ്യാർത്ഥികളുടെ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും വയോജന സംഗമത്തിൽ ആദരിച്ചു. 30ഓളം മുത്തശ്ശി-മുത്തച്ഛന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാലി മരിയയും സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് തിരിതെളിയിച്ച് വയോജന സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ റാണി തെരേസ് പോസിറ്റീവ് പാരന്റിംഗ്, ജീവിതത്തിന്റെ സാധ്യതകൾ, ക്രിയാത്മകമായ ജീവിതം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസ് നയിച്ചു. പ്രായം വർദ്ധിക്കും തോറും അനുഭവസമ്പത്ത് വർദ്ധിക്കുകയാണെന്നും ആ അനുഭവസമ്പത്ത് പുതുതലമുറയ്ക്ക് ശക്തമായൊരു പാഠപുസ്തകമാണെന്നും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൈകാര്യം ചെയ്യാനും ഇനിയും തങ്ങൾക്ക് കൂടുതൽ സംഭാവനകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി നൽകാൻ സാധിക്കും എന്നുള്ള ബോധ്യവും വളർത്തിയെടുക്കാനുതകുന്നതായിരുന്നു ക്ലാസ്. KA മോഹനൻ, ബേബി ദേവസി, തങ്കമ്മ ജോർജ് എന്നിവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേദിയൊരുക്കിയതിൽ എല്ലാവരും നന്ദി പറഞ്ഞു. ശേഷം കേക്ക് മുറിച്ച് സ്നേഹം പങ്കുവച്ചു. വയോജന സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ മുത്തശ്ശി-മുത്തച്ഛന്മാരെയും പൊന്നാടയണിയിച്ച് ആദരിച്ച് ഉപഹാരം സമ്മാനിച്ചു. അധ്യാപകരായ സിസ്റ്റർ ലിനി മരിയ, റോസ് മരിയ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പെരുമ്പിലാവ് ജംഗ്ഷനിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് വാഹനമിടിച്ച് അപകടാവസ്ഥയിൽ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് റോഡിൽ നിന്നും പട്ടാമ്പി റോഡിലേക്ക് തിരിയുകയായിരുന്ന ലോറിയുടെ പുറകുവശം സിഗ്നൽ ലൈറ്റ് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സിഗ്നൽ പോസ്റ്റ് നിരവധി നെറ്റ്വർക്ക് കേബിളിന് മുകളിൽ തടഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഏത് നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതിയാണ്. പോസ്റ്റ് ഉടൻ മാറ്റി സ്ഥാപിച്ച് അപകടം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സമസ്ത 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ജില്ലാ പ്രചരണ യാത്ര വടക്കേക്കാട് സമാപിച്ചു. ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ്, കുണിയ, വരയ്ക്കൽ, മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് മഹാസമ്മേളനം നടത്തുന്നത്. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് 23-ാം തീയതി ചാവക്കാട് സ്വീകരണം നൽകും. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ ശതാബ്ദി സന്ദേശയാത്ര നടത്തുന്നത്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ, അബ്ദുസലാം ബാഖവി വടക്കേകാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രചരണയാത്ര സംഘടിപ്പിച്ചത്. വടക്കേകാട് നടത്തിയ ജില്ലാ പ്രചരണയാത്ര സമാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അസ്ഗർ അലി ഫൈസി പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ പറയങ്ങാട് കുഞ്ഞിമൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ സെക്രട്ടറി അബ്ദുസലാം ബാഖവി ആമുഖ പ്രഭാഷണം നടത്തി. ബഷീർ ഫൈസി ദേശമംഗലം, അബ്ദുൾ മജീദ് ഫൈസി, സുലൈമാൻ അൻവരി, ഷഹീർ ദേശമംഗലം, അബ്ദുൾ ഖാദർ ദാരിമി, ഷാഹുൽ റഹ്മാനി, 3 സ്റ്റാർ കുഞ്ഞി മുഹമ്മദ് ഹാജി, കബീർ യമാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് മുഖ്യല പീടിക കല്ലിങ്ങൽ റോഡിൽ കാനായിൽ മലിനജലം കെട്ടിനിൽക്കുന്നത് ആരോഗ്യ ഭീഷണിയാകുന്നു. ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമായതോടെ ഇതുവഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സമീപം ആരോഗ്യ കേന്ദ്രം ഉണ്ടായിട്ട് പോലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച LDF സ്ഥാനാർത്ഥി രാകേഷ് കണിയാമ്പറമ്പിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പര്യടനം നടത്തി. എളവള്ളി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. മുല്ലശ്ശേരി ഡിവിഷനിൽ മികച്ച ജയം നേടാനായതിൽ വോട്ടർമാർക്ക് നിയുക്ത ജനപ്രതിനിധി നന്ദി പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLA, CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, NK സുബ്രഹ്മണ്യൻ, AK ഹുസൈൻ, PS ജയൻ, PG സുബിരാജ്, ഷാജി കാക്കശ്ശേരി, CK രമേശ്, BR സന്തോഷ്, PA ഷൈൻ തുടങ്ങി LDF നേതാക്കളും പര്യടനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഗ്ലോറിയ അറ്റ് LF2 K25 എന്ന പേരിൽ വെള്ളിയാഴ്ച ക്രിസ്മസ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ J. ബിൻസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്.
കണ്ണാറ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ വൈകിട്ട് 5-ന് കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി. പ്രേമാനന്ദകൃഷ്ണൻ, നടനും മോഡലുമായ ഷിയാസ് കരീം എന്നിവർ മുഖ്യാതിഥികളാകും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലുള്ള 10 സ്റ്റാളുകളും ഫുഡ് കോർട്ടും ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ കരവിരുതിലൊരുക്കിയ ക്രിസ്മസ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിലുണ്ടാകും. കരോൾ ഗാന മത്സരവും ഫാഷൻ ഷോയും അരങ്ങേറും. 1-ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 30,000 രൂപ സമ്മാനമായി നൽകും. ഗുരുവായൂർ YMCAയുമായി സഹകരിച്ചാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സി. ലൗലി ജേക്കബ്, ഡോക്ടർ ജൂലി ഡൊമിനിക്, റീലി റാഫേൽ, ജിത്തു ജോസഫ്, കോളേജ് ചെയർപേഴ്സൺ പി. അമാന, YMCA പ്രസിഡന്റ് ബാബു വർഗീസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് BRCയുടെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സ്ട്രീം പ്രോജക്ട് വർക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മവും റിപ്പോർട്ടുകളുടെ പ്രകാശനവും നടന്നു. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ ഉപകരണങ്ങളും വിവിധ ഓട്ടോമേഷൻ സാധ്യതകളും സ്കൂളിലെ ഇലക്ട്രിക്കൽ അധ്യാപകന്റെ സഹായത്താൽ വികസിപ്പിച്ചെടുത്തു. പൈലറ്റ് പദ്ധതി എന്ന രീതിയിൽ കടപ്പുറം ഗവൺമെന്റ് VHSE സ്കൂളിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. സ്കൂൾ പ്രിൻസിപ്പൽ L. ശ്രീകല റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. VHSE പ്രിൻസിപ്പൽ നിബി ആന്റണി സ്വിച്ച് ഓൺ നിർവഹിച്ചു. സ്കൂളിലെ വിവിധ ഉപകരണങ്ങളുടെ ഓട്ടോമേഷൻ, വൈദ്യുത ഉപകരണങ്ങളുടെ ഊർജ്ജം അളക്കാനുള്ള മീറ്റർ എന്നിവയാണ് കുട്ടികൾ വികസിപ്പിച്ചെടുത്തത്. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ ആശയം +2 ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകനും ചേർന്നാണ് നിർമ്മിച്ചത്. പ്രധാന അധ്യാപിക നിമ്മി മേപ്പുറത്ത്, ചാവക്കാട് BRC ചാർജ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ജോത്സ്ന ടീച്ചർ, സ്ട്രീം കോർഡിനേറ്റർ റീജ, മെന്റർ യദുകൃഷ്ണൻ, ബിന്ദു, റംല, VHS ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ BRC അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേലൂർ പഞ്ചായത്തിൽ 9 വാർഡുകളിൽ മികച്ച വിജയം കൈവരിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ടിലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ചുങ്കം സെന്ററിൽ സമാപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, തെരഞ്ഞെടുപ്പ് കൺവീനർ A. സജീഷ്, ചെയർമാൻ ഫ്രെഡി ജോൺ, സ്വപ്ന രാമചന്ദ്രൻ, നിധീഷ് വട്ടംപറമ്പിൽ, ആൻഡോ പോൾ, മഞ്ജുഷ ടീച്ചർ, PP യേശുദാസ്, PK ശ്യാംകുമാർ, വിജിനിൽ വിവേക്, അബു സാലി, CD സൈമൺ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ 3ാം വാർഡ് നിയുക്ത കൗൺസിലർ ഇപ്പോഴും പ്രവർത്തകരുമായി വീട് കയറിയിറങ്ങുകയാണ്. തന്റെ വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും എത്തി മധുരം നൽകിയും നേരിട്ട് നന്ദി അറിയിച്ചുമാണ് നിയുക്ത കൗൺസിലർ KH സലാം പ്രവർത്തകരുമൊത്ത് വീടുകൾ കയറിയിറങ്ങുന്നത്. തന്റെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള സ്റ്റിക്കർ പതിപ്പിച്ച പാക്കറ്റുകളിലാക്കിയാണ് ലഡു വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 35 വർഷക്കാലമായി താൻ ഈ വാർഡിൽ പ്രദേശവാസികളോടൊപ്പം ഉണ്ടെന്നും അതുകൊണ്ട് വിജയമധുരം നേരിട്ടെത്തി എല്ലാവർക്കും നൽകുന്നതിൽ വലിയ സന്തോഷം മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 3ാം തവണയാണ് KH സലാം ഈ വാർഡിൽ നിന്ന് ജനപ്രതിനിധിയാകുന്നത്. മുൻ കൗൺസിലർ പ്രിയ മനോഹരൻ, ആശാവർക്കർ ഷാജിദ, C. രേഷ്മ, K. ഷഹീൻ, ശ്രീജിത്ത് കൊല്ലമ്പി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 35 വർഷക്കാലമായി ഈ വാർഡിനകത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു കുടുംബാംഗത്തെ പോലെ ഇവർക്കിടയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് എൻ്റെ വിജയം ഇവരോടൊത്ത് പങ്കിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഒരു മധുരം കൊടുത്ത് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ആ നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ തുടക്കം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. റിട്ടയേർഡ് SIയും ഓട്ടംതുള്ളൽ കലാകാരനുമായ മണലൂർ ഗോപിനാഥിന്റെ ഓട്ടം തുടങ്ങിയ കഥ എന്ന ജീവചരിത്ര പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രകാശനം നിർവഹിച്ചു. ഇമ പബ്ലിക്കേഷൻ എഡിറ്റർ രേഖ വെള്ളത്തൂവൽ, പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതി കൺവീനർ സജീവൻ നമ്പിയത്ത്, മുരളി അകമ്പടി, ശ്രീകുമാർ P. നായർ, മണലൂർ ഗോപിനാഥ്, ബാബു ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. പുസ്തകത്തിന്റെ പ്രകാശനം ഫെബ്രുവരി 21-ന് എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ നടക്കും. 50 പേരുടെ പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടാൻ ശ്രമം നടത്തുന്ന ചടങ്ങിലാണ് ഈ പുസ്തകവും പ്രകാശനം ചെയ്യുന്നത്. പോലീസുകാരുടെയും വിരമിച്ചവരുടെയും കൂട്ടായ്മയായ അക്ഷരദീപത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇമ പബ്ലിക്കേഷൻസ് ആണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. വിശ്വാസി സമൂഹത്തിന് ആദർശവിശുദ്ധിയുടെ പാതയൊരുക്കി വിജയമാർഗം ഒരുക്കുന്നതിൽ വലിയ പ്രയത്നം നിർവഹിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെന്ന് പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പറഞ്ഞു. സമസ്ത ശതാബ്ദി തൃശൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്ങൾ.
സമസ്ത താലൂക്ക് പ്രസിഡന്റ് PK മുഹമ്മദ് ഫൈസി പെരുമ്പിലാവ് ജാഥ നായകൻ അബ്ദുസലാം ഭാഗവിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. വിവിധ മഹല്ല് പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റന് ഉപഹാരം നൽകി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ കുന്നംകുളം MLA AC മൊയ്തീൻ മുഖ്യാതിഥിയായി. പ്രശസ്ത സാഹിത്യകാരൻ P സുരേന്ദ്രൻ വിശിഷ്ടാതിഥിയായി. മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ചെയർമാൻ മുഹമ്മദ് സ്വാലി അൻവരി ചേകന്നൂർ, ജംഇയ്യത്തുൽ മുദ്രിസീൻ ജില്ലാ പ്രസിഡന്റ് സുലൈമാൻ അൻവരി തുടങ്ങി വിവിധ മത നേതാക്കളും പങ്കെടുത്തു. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനതായ ശൈലി, ആ ആദർശവും ആശയവുമൊക്കെ അത് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മിലേക്ക് അനുസൂതം വന്നിറഞ്ഞ ആ മാർഗം ഇവിടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ആ ആദർശം അതിന് വ്യതിചലിക്കാതെ ഇവിടെ അത് വ്യതിചലിക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ആശയവും ആദർശവും ഒക്കെ. യുഎയിലെ കാണിപ്പയ്യൂർ സ്വദേശികളുടെ പ്രവാസി സംഘടനയായ സ്നേഹ കാണിപ്പയ്യൂർ 16ാം വാർഷിക സമ്മേളനം സ്നേഹസംഗമം 2025 ഷാർജയിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സൈമൺ പുലിക്കോട്ടിൽ നിർവഹിച്ചു. സ്നേഹ കാണിപ്പയ്യൂർ പ്രസിഡന്റ് VK ഫറൂഖ് അധ്യക്ഷനായി. യുഎയിലെ കാർഷിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സുധീഷ് ഗുരുവായൂർ മുഖ്യാതിഥിയായി. 52 വർഷക്കാലം യുഎയിൽ പ്രവാസ ജീവിതം നയിച്ച സൈമൺ പുലിക്കോട്ടിലിനെയും സംഘടനയുടെ മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. പരിപാടിയുടെ മുഖ്യ സ്പോൺസർമാരായ സുജിത്ത് തറയ്ക്കൽ, ഉണ്ണി ഏറത്ത്, അലി നാസർ, വേണുഗോപാൽ രാമനിലയം, V കിഷോർ, KK സലീം, അശ്വതി ശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ അബി വർഗീസ് സ്വാഗതവും സെക്രട്ടറി ധനീഷ് മാളിയേക്കൽ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം സംഘടനയിലെ കലാകാരികളുടെ നൃത്തം, നിസാം കാലിക്കറ്റ് ടീം നയിച്ച ഗാനമേളയും മിമിക്രിയും, സരസ്വതി വാദികലാ സംഘം അവതരിപ്പിച്ച ചെണ്ടമേളവും ഉണ്ടായിരുന്നു. യുഎയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ഓളം കാണിപ്പയ്യൂർ പ്രവാസികൾ പങ്കെടുത്തു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് 2ാം വാർഡ് രാമപുരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ സംഗമം നടത്തി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ഗാന്ധിയെ തമസ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി വഴി ഉപജീവനം നടത്തുന്നവരുടെ ജീവിതമാർഗം ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള കേന്ദ്ര നടപടിക്കെതിരെയുമാണ് വാർഡ് മെമ്പർ MS മണികണ്ഠന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായ കാർത്തിക ചന്ദ്രൻ, പ്രീജ പ്രേമൻ, മോഹിനി വേലായുധൻ, തങ്കമണി ഉദരപ്പൻ, സുനിത രവി, രമ ബാലകൃഷ്ണൻ, ഷീബ, അമ്മിണി തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരത്തിങ്കൽ 14ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ സംഗമം നടത്തി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നടപടിയെയും പാവപ്പെട്ടവരുടെ ഉപജീവന മാർഗമായ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയുമാണ് വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. കല്യാണി വാസു, വത്സല നാരായണൻ, സരസ്വതി മുകുന്ദൻ, ചന്ദ്രൻ കരണംകോട്ട്, രവി കരുമത്തിൽ, ജാനു, രമ്യ, റുക്കിയ, നബീസു, അശ്വതി എന്നിവർ നേതൃത്വം നൽകി. നെല്ലുവായ് പാണാട്ടുകാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചതിരിഞ്ഞ് 5:30 നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്ന് താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പാണാട്ടുകാവ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയതിനു ശേഷം വിളക്കുപാട്ട്, വെട്ടുംതട എന്നിവയുണ്ടായി. കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീധർമ്മശാസ്താ വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി. അന്നദാനവും ഉണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ വിജയൻ, മനോഹരൻ, ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. തിപ്പലശ്ശേരി കസ്തൂർബ ഉന്നതിയിൽ യുവതാ ഗ്രാമതയുടെ സമഗ്രതയ്ക്ക് വേണ്ടി എന്ന സന്ദേശം നൽകി 7 ദിവസങ്ങളിലായി നവോന്മയ 2025 എന്ന പേരിലാണ് കസ്തൂർബ ഹാളിൽ ക്യാമ്പ് നടത്തുന്നത്. എഴുത്തുകാരനും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ റഫീഖ് പട്ടേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ശിഹാബ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ മുഖ്യാതിഥിയായി. NSS ക്യാമ്പ് കൺവീനർ MS സൗമ്യ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ശ്യാംജിത രാജൻ എന്നിവർ സംസാരിച്ചു. വിപണി. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിപുലമായ ശേഖരവുമായി പഴഞ്ഞി കോട്ടോലിൽ RV മോട്ടോഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. ഇനി സൈക്കിളിന്റെ വിലയിൽ സ്കൂട്ടറുകൾ സ്വന്തമാക്കാം.
കോട്ടൂൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനടുത്ത് വാഴപ്പുള്ളി മെഡിക്കൽസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച RV മോട്ടോഴ്സിന്റെ കൂദാശകർമ്മം പഴഞ്ഞി കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൌലോസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കോട്ടൂൽ വാഴപ്പുള്ളി മെഡിക്കൽസ് ഉടമ VI വരദപ്പൻ നിർവഹിച്ചു. കാട്ടകാമ്പൽ പഞ്ചായത്ത് 9ാം വാർഡ് നിയുക്ത മെമ്പർ അഞ്ജു സുധീഷ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. അഭ്യുദയകാംക്ഷികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ഓഫറായി ഹെൽമറ്റും ഇൻഷുറൻസും സൗജന്യമായി നൽകുന്നു. ഈ ആനുകൂല്യം 2026 ജനുവരി 15 വരെ മാത്രം. ഇനി നിങ്ങൾക്ക് സൈക്കിളിന്റെ വിലയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാം. മക്കായ് സ്കൂട്ടറുകളുടെ വിപുലമായ ശേഖരം, സർവീസിംഗിനുള്ള സൗകര്യവും ഒരുക്കി നൽകുന്നു. സ്ഥാപനത്തിന്റെ വിലാസം RV മോട്ടോഴ്സ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, വാഴപ്പുള്ളി മെഡിക്കൽസിന് സമീപം, കോട്ടൂൽ, പഴഞ്ഞി. ഫോൺ 9447768102. ഡിസംബർ 20-21 തീയതികളിലായി തൃപ്രയാറിൽ നടക്കുന്ന KSTA തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാർ നടത്തി. കുന്നംകുളം ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വിദ്യാഭ്യാസ സെമിനാർ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PCCG ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KC സജൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയറാം സന്തോഷ്, അനീഷ് ലോറൻസ്, കുന്നംകുളം ഉപജില്ലാ സെക്രട്ടറി സുഭാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,330 രൂപ, പവന് 98,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. പഴഞ്ഞി മങ്ങാട് പരേതനായ ചീരൻ ബേബി ഭാര്യ സൂസന ടീച്ചർ നിര്യാതയായി. റിട്ടയേർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം മങ്ങാടുള്ള സ്വവസതിയിൽ പിന്നീട് നടക്കും. ബിന്ദു, ബിൻസി, ബിനു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ ആരംഭിച്ച അവിൽ സമർപ്പണം പൂർത്തിയായത് രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ. മഞ്ജുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ളൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. പാപ്പാന്മാരുടെ സംയോജിത ഇടപെടലിൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. നാഗലശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പെരിങ്ങോട് AKG നഗറിലും പരിസരത്തും 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. 2 കറവ പശുക്കൾക്കും വളർത്തുപൂച്ചയ്ക്കും കടിയേറ്റു. അക്രമകാരിയായ നായയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നും സംശയം. ചാവക്കാട് പാലയൂർ ഡോബിപ്പടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബു ആണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.